ഈ പെറ്റ് ബേക്കേഴ്സിന്റെ ഔട്ട്ലെറ്റ്സിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഔട്ട്ലെറ്റ്സിന്റെ അടുത്ത് തന്നെ പല കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാവും. എന്നാലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു കുറവുമില്ല. കുറവില്ലാന്ന് മാത്രമല്ല, റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ്. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറയാം. നമ്മൾ ഒരു തവണ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ പോയി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ പ്രോഡക്റ്റിന്റെ കൺസിസ്റ്റൻസി, ക്വാളിറ്റി. രണ്ടാമത്, നമ്മൾ ഒരു കടയിലേക്ക് വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത്, നമ്മൾ ആ കടയിലെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് പോകുന്ന ഫീല് നമ്മളെ കസ്റ്റമർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരും. നല്ല സാധനമാണ്, അതെ, നല്ല സാധനങ്ങളുമാണ് കൊടുക്കുന്നത്, നല്ലൊരു പെരുമാറ്റമാണ് അവിടെ ഉണ്ടാവുന്നതെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കോർ സ്ട്രാറ്റജി. നമ്മൾ എത്ര നല്ല സാധനം കൊടുത്താലും നമ്മൾ ഇന്ററാക്ഷൻസ് നല്ല അല്ലെങ്കിൽ മോശമാവും. എത്ര നല്ല പെരുമാറ്റമാണെങ്കിലും പ്രോഡക്റ്റ് മോശമാണെങ്കിലും നമ്മൾ ഗുണം ചെയ്യില്ല. ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷനിൽ ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത്രയും ഔട്ട്ലെറ്റ്സ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി കൃത്യമായിട്ട് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മുടെ സെൻട്രൽ കിച്ചണിനാണ് പോകുന്നത്. സെൻട്രൽ കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കിച്ചണിനാണ് ഇതെല്ലാം പോകുന്നത്. അത് തന്നെ നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനുള്ള ഒരു സഹായകമാക്കുന്ന ഒരു കാര്യമാണ്. പല സ്ഥലത്താകുമ്പോൾ ശ്രദ്ധകൾ പല രീതിയിൽ മാറും. ഇതെല്ലാം ഒറ്റ സ്ഥലത്താണ് ചെയ്തു പോകുന്നത്. നമുക്ക് പിന്നെ ഒരു QA ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഒരു 7 പേര് നമുക്ക് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും തന്നെ MSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞ കുട്ടികളാണ്. തുടക്കം മുതൽ അച്ഛൻ പറയുന്നത്, വളരെ നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് കൊടുത്താൽ മാത്രമേ നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ഒരു ആവറേജ് പ്രോഡക്റ്റ് എടുത്തിട്ട് ഏറ്റവും നല്ല ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ വീട്ടിലാണെങ്കിലും ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ ഞങ്ങൾ ബേക്കറിയിൽ എന്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് സാധനമാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് വരുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിന്റെ ഓരോ റോ മെറ്റീരിയലും ഫാക്ടറിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ QAമാർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റോറിലേക്ക് കയറ്റുന്നത്. അത് മൈദ ആണെങ്കിൽ ശരി, അൺബ്ലീച്ച്ഡ് മൈദ എടുക്കുന്നത്. ഷുഗർ ആണെങ്കിൽ ഡബിൾ റിഫൈൻഡ് ഷുഗർ എടുക്കുന്നത്. എഗ് ആണെങ്കിലും ഏറ്റവും ഫ്രഷ് എഗ് എടുക്കുന്നത്. ഒരു എഗ്ഗിന്റെ നോർമൽ ഷെൽഫ് ലൈഫിന്റെ 5 to 6 days ആണ് ഏറ്റവും ഫ്രഷ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 1-2 ദിവസം മാത്രം പ്രായമായിട്ടുള്ള എഗ്ഗാണ്, പഴക്കമായിട്ടുള്ള എഗ്ഗാണ് നമ്മൾ ബേക്കറിയിലേക്ക് എടുക്കുന്നത്. അതിൽ കൂടുതലാണ് നമ്മൾ റിജക്ട് ചെയ്യും. നമ്മുടെ കേക്ക്സിന് എടുക്കുന്ന എഗ് ആണെങ്കിൽ ലിക്വിഡ് എഗ്ഗാണ് നമ്മൾ എടുക്കുന്നത്. അത് പാസ്ചറൈസ്ഡ് ലിക്വിഡ് എഗ്ഗാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സേഫ് ആണ്, നമുക്ക് ടെൻഷനും വളരെ കുറവാണ്. പിന്നെ ഞങ്ങളുടെ ബേക്കറി ISO 22000 സർട്ടിഫൈഡ് ആണ്, HACCP സർട്ടിഫൈഡ് ആണ്, GMP പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നതാണ്. ഈ 3 സർട്ടിഫിക്കേഷൻ ഞങ്ങൾക്കുണ്ട്. ഈ എല്ലാ പ്രോസസ്സും കൃത്യമായി തന്നെ ചെയ്യാനുള്ള ട്രെയിനിങ്ങും നമ്മൾ എല്ലാ മാസവും നമുക്ക് നമ്മുടെ സ്റ്റാഫിന്, പ്രൊഡക്ഷനിലുള്ള എല്ലാ ഷെഫ്മാർക്കും ട്രെയിനിങ്സ് നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ പുറത്തുനിന്നുള്ള ഷെഫ്മാർ വന്നിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കൂടെ വരുമ്പോൾ ഏറ്റവും ഫ്രഷ് ഇൻഗ്രീഡിയൻസ്, ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ്, നല്ല പ്രാക്ടീസ്, ഹൈജീൻ പ്രാക്ടീസ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നു. ഈ 4 കാര്യങ്ങളും കൂടെ വരുമ്പോൾ നാച്ചുറലി നമ്മുടെ ഔട്ട്പുട്ട് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇനി അതുകൂടാതെ തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് വന്നു കഴിഞ്ഞാൽ QAമാർ, നമ്മുടെ QA ടീം അത് നോക്കി അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് കടകളിലേക്ക് പോകുന്നത്. ഇൻ കേസ് അതിന് എക്സ്പെക്റ്റഡ് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ കളർ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ്, അത് എല്ലാത്തിനും ഓരോ പാരാമീറ്റർ ഉണ്ട്. ഓരോ പ്രോഡക്റ്റിനും ഒരു പാരാമീറ്റർ. ആ പാരാമീറ്റർ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ്, ഓരോ കസ്റ്റമറും ഒരു സാധനം ബൈറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് സാധനമാണെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം. പൊതുവെ ഞങ്ങൾക്ക് റിജക്ഷൻസ് കുറവാണ്. കാരണം അത്രയും ട്രെയിൻ ചെയ്ത് ബാക്കി എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ റിജക്ഷൻസും വരുന്നില്ല. ഇതാണ് നമ്മൾ ക്വാളിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് ഏറ്റവും ഫോക്കസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തീർച്ചയായിട്ടും. കാരണം 2 കാര്യങ്ങളേ ഉള്ളൂ. ഏറ്റവും നല്ല പ്രോഡക്ട്സ്, ഇൻഗ്രീഡിയൻസ്, അത് ഏറ്റവും നന്നായി പ്രോസസ്സ് ചെയ്യുന്നു, ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു. എവറി 2 days കൂടുമ്പം ഡീപ് ക്ലീനിങ് ഉണ്ട് ഫാക്ടറിയിൽ. എല്ലാ ദിവസവും ക്ലീനിങ് പ്രോപ്പറായിട്ട്, പിന്നെ സാനിറ്റൈസേഷനും ക്ലീനിങ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഫാക്ടറി വർക്ക് ചെയ്യുന്നത് ആ സമയത്തൊക്കെ ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. എവറി 2 day ഡീപ് ക്ലീനിങ് ആണ്. ഡീപ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുള്ള ക്ലീനിങ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്.